നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 4 മുതൽ 10 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ. ശത്രുവിനുമേൽ വിജയവും കോടതി കാര്യങ്ങളിൽ അനുകൂല വിധിയും ഭക്ഷണസുഖവും പ്രതീക്ഷിക്കാം. എങ്കിലും യാത്രകളിൽ അപകട സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമുള്ളവ മാത്രം ചെയ്യുക. മനഃശക്തി കുറയാനും രോഗങ്ങൾ കൂടാനും ഇടയുണ്ട്. കുടുംബത്തിൽ ദാമ്പത്യ കലഹങ്ങൾക്കും മക്കളുടെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് പുരോഗതിയും സർക്കാർ തലത്തിൽ നിന്ന് ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ദാമ്പത്യത്തിൽ പിണങ്ങിയിരുന്നവർ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയേക്കാം. ശരീരസുഖവും ബന്ധുജനപ്രീതിയും പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാഹന ഭാഗ്യമുള്ള വാരമായതിനാൽ പുതിയ വാഹനം വാങ്ങാൻ അനുകൂല സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റമോ മേലധികാരികളിൽ നിന്ന് പ്രശംസയോ ലഭിക്കും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പണം തിരികെ ലഭിക്കാനും ശത്രുക്കൾ മിത്രങ്ങളായി മാറാനും സാധ്യതയുണ്ട്. പുണ്യസ്ഥല സന്ദർശനത്തിനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും യോഗം കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട വാരമാണിത്. വൈദ്യപരിശോധനകൾ നടത്തുന്നത് ഉചിതമാകും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണം. വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടായേക്കാം. എങ്കിലും തൊഴിൽ അന്വേഷകർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കും. വിദേശ യാത്രയ്ക്കുള്ള ശ്രമങ്ങൾ സഫലമാകും. സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സ തേടേണ്ടി വന്നേക്കാം. എന്നാൽ മധ്യത്തോടെ ചിന്താശക്തിയും ധൈര്യവും വർദ്ധിക്കുകയും കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. കുടുംബത്തിന്റെ പിന്തുണ ആത്മവിശ്വാസം നൽകും. വാതരോഗമുള്ളവർ ജാഗ്രത പാലിക്കണം. ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഹൃദ്രോഗം നേത്രരോഗം എന്നിവയുള്ളവർ ഈ ആഴ്ച അതീവ ജാഗ്രത പാലിക്കണം. യാത്രാക്ലേശങ്ങളും മനഃശക്തി കുറയുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. എങ്കിലും വാരമധ്യത്തോടെ ധനനേട്ടവും വ്യാപാര പുരോഗതിയും ഉണ്ടാകും. ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ വാരമധ്യത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കോടതി കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിത ധനലാഭത്തിനും ബാങ്ക് ലോണുകൾ അനുവദിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. വാരമധ്യത്തിൽ കുടുംബത്തിലോ പങ്കാളിയുമായോ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. വാരാന്ത്യത്തിൽ തൊഴിൽ വിജയവും സ്ത്രീകൾ മൂലം ഉല്ലാസയാത്രയ്ക്കുള്ള അവസരങ്ങളും ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തുടക്കത്തിൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം ധനനഷ്ടമോ മാനസിക പിരിമുറുക്കമോ ഉണ്ടായേക്കാം. എന്നാൽ പിണങ്ങിയിരുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ തിരിച്ചുവരാൻ സാധ്യതയുണ്ട്. വാരമധ്യത്തോടെ മനഃശാന്തിയും രോഗശാന്തിയും ലഭിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഭക്ഷണസുഖവും നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. തീർത്ഥയാത്രകൾക്ക് യോഗമുണ്ട്. ദാമ്പത്യ സൗഖ്യം അനുഭവപ്പെടും. എങ്കിലും അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി പണം നഷ്ടപ്പെടാതെ നോക്കണം. വാരാന്ത്യത്തോടെ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അനുകൂല സമയമാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യത്തിൽ സമാധാനവും മനഃസുഖവും ഉണ്ടാകും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അവസരം ലഭിക്കും. ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും. ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയും. പണം, ചെക്ക് എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വാരാന്ത്യത്തിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തുടക്കത്തിൽ ചില കേസ് വഴക്കുകൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ മധ്യത്തോടെ തൊഴിൽ വിജയവും സ്ഥാനക്കയറ്റവും ലഭിക്കും. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്ന വാരമാണ്. വിവാഹ ഭാഗ്യവും ഭൂമി ലാഭവും ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് ജനസമ്മതി വർദ്ധിക്കും. ആമാശയ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടിവരും. അനാവശ്യ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും ധനനഷ്ടത്തിനും കാരണമായേക്കാം. ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിലേക്ക് ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാം. വാരാന്ത്യത്തിൽ ബിസിനസ്സിൽ ലാഭവും വാഹന ഭാഗ്യവും ഉണ്ടാകും. കലാസാഹിത്യ മേഖലകളിലുള്ളവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വാരാന്ത്യത്തിൽ ബിസിനസ്സിൽ ലാഭവും വാഹന ഭാഗ്യവും ഉണ്ടാകും. കലാസാഹിത്യ മേഖലകളിൽ ഉള്ളവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.